ഹായ്. അപ്പം ഇന്ന് ഇത്തിരി സന്തോഷത്തിലാണ്. ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ചു. എന്താണ് അപ്പു, എന്താണ് ഇജ്ജ് എന്താ അവിടെ ചെയ്യേണ്ടത് കേട്ടല്ലോ. ആൾക്കാരൊക്കെ പറഞ്ഞ് ഓൻ എന്താണ് ഇടുന്നത്, ഒന്നും ഇട്ട് വ്യക്തമല്ല, മൊത്തത്തിലും പറയണില്ലല്ലോ. അങ്ങനത്തെ ഒരു സംസാരമാണ് ഉണ്ടായത്. പക്ഷെ ഇതൊന്നും അല്ല എന്നെ സന്തോഷപ്പെടുത്തിയത്, വേറെ കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പം അതിന് നമുക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും കാലം കുറേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് പഠിക്കുക, ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പം അത് ഞാനിപ്പം ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പം പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇവനിത് എന്ത് പറ്റിയെന്ന്. ഇതേപോലെ തന്നെ എനിക്കും തോന്നിയതാണ് എനിക്കിത് എന്ത് പറ്റിയെന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്തത് ഒരു നെഗറ്റീവ് കമൻസും കുറേ നെഗറ്റീവ് റിപ്ലൈസും ഫ്രം നമ്മുടെ അറിയുന്ന ആൾക്കാരിൽ നിന്ന്. പക്ഷേ എന്താ പറയുക, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സും അറിയുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ കിട്ടിയൊരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ കാണണമെന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ വീഡിയോ ആകെ 1-2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അത് നിങ്ങളും ചിലപ്പോൾ ഒരു 5 ആൾ കാണുന്നുണ്ടാവുള്ളൂ. പക്ഷേ ചില സന്തോഷങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നടക്കണ്ട എന്നുള്ളതുപോലെ നമ്മൾക്ക് ചെറിയ സന്തോഷങ്ങളും വലിയ സന്തോഷങ്ങളായി മാറുന്നു. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ചെറിയ അപ്രിസിയേഷനും എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. അതേപോലെ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെതാണ് ഞാൻ ആദ്യമായിട്ട് കോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അച്ഛൻ്റെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. അച്ഛൻ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നൊന്നും ഞാൻ കരുതിയില്ല. അപ്പം ഇതേപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്. കുറേ കാലത്തിന് ശേഷം മെസ്സേജ് അയക്കുന്ന പലരും എടാ അടിപൊളിയാക്കടാ, സെറ്റാവും, സൂപ്പറാവും, മുന്നോട്ട് അങ്ങനത്തെ രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി തുടങ്ങി. നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയും. അതേപോലെ എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ചെറിയ ലോകമാണ്. ആ ചെറിയ ലോകത്തുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതിനിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ പക്ഷെ അവർ പറഞ്ഞത് എന്താണ്, അച്ഛൻ്റെ ആ കൂട്ടുകാർ പറഞ്ഞത് എന്താണ് മോനെ ഇത് അച്ഛനോട് ചോദിച്ചാൽ അത് മൊത്തം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാൻ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ തരണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ ഇത് ഈ ഇൻസ്റ്റാഗ്രാമിലും ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെയാണ് അവർ കൂടുതൽ കാണുന്നത്. കാരണം യൂട്യൂബിൽ നിന്ന് അങ്ങനെ ആളുകൾ പോയി കാണില്ലല്ലോ. അപ്പം ഞാനതിൻ്റെ ചെറിയൊരു കഷ്ണം, ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ എൻ്റെ ബയോയിൽ എൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ പ്രൊഫൈലിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് യൂട്യൂബിലോട്ട് കാണാം. അപ്പം ഇന്ന് ഞാൻ എന്ത് പറയുന്ന ആലോചിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരിക്കാതെ പിന്നെ ഞാൻ എന്തിനെ പറ്റി സംസാരിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യുമ്പം അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുള്ള ഈ ലോകം നമ്മൾ ശരിക്കും കാണണം. ഇത് എനിക്ക് മാത്രമായിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ മടി മറ്റുള്ളവരെന്ത് വിചാരിക്കും, സത്യം പറഞ്ഞാൽ അവരൊന്നും വിചാരിക്കില്ല എന്നുള്ളതാണ് കാര്യം. അപ്പം ചെയ്തു തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാനും ഇതേ തോട്ടിലാണ് നിന്നത്. എല്ലാവരും കൂടി നമ്മളെ എയറിലാക്കും, പിന്നെ നമുക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കണില്ല. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള എന്താണെങ്കിലും നമുക്ക് 10 ആൾക്കാർ കാണാണ്ടായാൽ മതി, അല്ലെങ്കിൽ ആരും കാണില്ലേ, നമ്മളത് ചെയ്യന്നെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അപ്പം എല്ലാവരും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മളെല്ലാവരും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാവും കൂടുതൽ ചെയ്യണേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും. ഞാനും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ 10-25 വയസ്സ് വരെ ഞാനും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ആകെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അത് അടിപൊളിയാക്കുക. അപ്പം ഇന്ന് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ബൈ.